നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി സംബന്ധിച്ച് പ്രതിഷേധം നടത്തിയവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കുവാൻ വേണ്ടി പിൻവലിക്കുവാൻ വേണ്ടി നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കായിരുന്നു ഈ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഇന്ന് അറിയിക്കുവാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരുന്നത് 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് എതിരെ ഉള്ളത് അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർക്കെതിരെ കേസുകളും പിൻവലിക്കുവാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ ഈ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതായത് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിനോടോ അതല്ല എങ്കിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനോടോ ഹാജരാകുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അഭിഭാഷകർ ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെ ഹാജരായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ഹാജരായാണ് ഈ നിലപാട് അറിയിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആ പ്രതിഷേധങ്ങൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു മുതിർന്ന ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ SIT പ്രവർത്തിക്കുക എന്നാണ് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ തവണ ഈ വാദം കേട്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് ഈ SITയുടെ ഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത.